ഹലോ വെൽക്കം ടു എഫ് ജി ട്രേഡർ. അപ്പോൾ ഇന്ന് നമുക്ക് ഫ്രൈഡേ ആണ്. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഇന്നത്തോടെ കഴിയും, പിന്നെ 2 ദിവസം ലീവാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഇന്നൊരു ട്രേഡ് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഫുള്ള് ഒരു മൂഡ് ഔട്ടിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എൻട്രി ഒന്നും എടുക്കണ്ടെന്ന് കൊണ്ട് തന്നെ ഇരുന്നു. പക്ഷേ ഈ മാർക്കറ്റിൽ നോക്കിയപ്പോൾ നിഫ്റ്റിയിലൊക്കെ ഒരു ഫുള്ളായിട്ട് ഒരു സൈഡ് വേസിൻ്റെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ ചിലപ്പോൾ വലിയ മൂവ്മെൻറ്റും ഉണ്ടാവില്ല, പിന്നെ എൻട്രി എടുത്ത് വെറുതെ ഇതാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് അങ്ങനെ നോക്കുന്ന ടൈമിലാണ് നിഫ്റ്റിയിൽ ഓക്കെ അല്ലാന്ന് പറഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഒന്ന് നോക്കുമ്പോഴാണ് എനിക്കൊരു നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ബാരിഷ് ക്യാൻഡിൽ വന്നു. അടുത്ത ക്യാൻഡിൽ തന്നെ അത് റിക്കവറായിട്ട് ഒരു സപ്പോർട്ട് എടുത്ത് മേലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആയിക്കോട്ടെ, എന്തെങ്കിലും ചെറിയൊരു ലോസ് വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ലോട്ടും ചെറുതാക്കി ഒരു 4 ലോട്ടിൽ ഞാൻ എൻട്രി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ 4 ലോട്ടിൽ എൻട്രി എടുത്തു. അതിന് ശേഷം ലോസിക്ക് വന്നു. പിന്നെ ഞാൻ ആവറേജ് ചെയ്യണം അങ്ങനെ ഒന്നും പോയില്ല. 4 ലോട്ട് തന്നെ വരുന്ന ലോസ് എടുക്കാം. ലോസ് വരികയാണെങ്കിൽ ഏകദേശം ഒരു 2K അടുത്ത് ലോസ് വരും. മാക്സിമം ലോസ് വന്നു കഴിഞ്ഞാൽ അത്ര തന്നെ വരുള്ളൂ. 2K അടുത്ത് ലോസ് വരും, അല്ലെങ്കിൽ ആ റേഞ്ചിൽ തന്നെയാണ് വരാനുള്ളത്. ഒരു 2.5K മാക്സിമം വരും എന്നുള്ളത് എനിക്ക് ഫുള്ളായിട്ട് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിന് വെയിറ്റ് ചെയ്ത് നിന്നു. അതിന് ശേഷം കറക്റ്റായിട്ട് വീണ്ടും CPR വന്നു. ഏകദേശം ഒരു 2K അടുത്ത് തന്നെ ലോസ് ആയി ഉണ്ടായിരുന്നു. അതിന് ശേഷം അവിടെ നിന്ന് ഒറ്റയടിക്ക് റിട്രേസ്മെൻറ്റ്. എനിക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ആവറേജ് ചെയ്യാനും, പക്ഷേ ഞാൻ ഒന്നും ആവറേജ് ഒന്നും ചെയ്യാൻ നിന്നില്ല. അവിടെ നിന്ന് പിന്നെയും നല്ല രീതിയിൽ മേലോട്ട് വന്നു. അതിനുശേഷം വീണ്ടും നല്ല രീതിയിൽ ഡൗണിക്ക് വന്ന ടൈമിൽ ഞാൻ എക്സിറ്റ് ആയില്ല. ഞാൻ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഒന്നും വെച്ചിട്ടുണ്ടായില്ല. ഏകദേശം ഒരു 1.5K അല്ലെങ്കിൽ 1.5K റേഞ്ചിൽ തന്നെയാണ് എനിക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഞാൻ 300 റുപ്പീസിൻ്റെ അടുത്താണ് വാങ്ങിച്ചത്. 300 സംതിങ്ങിനാണ് ഞാൻ വാങ്ങിച്ചത്. 305 റുപ്പീസിൻ്റെ സ്ട്രൈക്ക് പ്രൈസാണ് ഞാൻ വാങ്ങിച്ചത്. അത് നേരെ ഒരു 330 ആ റേഞ്ചിലേക്ക് വന്നു ഇവിടെ എത്തുമ്പോൾ. അതിനുശേഷം നേരെ വീണ്ടും ഡൗണിലേക്ക് വന്നു. വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഡൗണിലേക്ക് വന്നു. അത് ഏകദേശം 260ൻ്റെ അടുത്തോളം വന്നു. വീണ്ടും അവിടെ നല്ല രീതിയിൽ കയറി വരികയാണ് ചെയ്തത്. മാർക്കറ്റ് അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാതെ ഒറ്റയടിക്ക് പിന്നെയും കയറി പോവുകയും ചെയ്തു. പക്ഷേ മെല്ലെ ഞാൻ ഇന്നത്തെ ദിവസം കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ടാർഗറ്റിലേക്ക് എത്തുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു. കാരണം വെച്ചാൽ ഇന്നലത്തെ ഒരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട് മാർക്കറ്റ്. ആ ഒരു റേഞ്ചിലേക്ക് എത്തുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു. കാരണം വെച്ചാൽ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഇന്നലെ ഹൈ ഉണ്ടാക്കിയതാണ്, ഈ ഒരു റേഞ്ചിൽ. അപ്പോൾ ആ ഒരു ഓപ്പണിംഗ് റേഞ്ചിൽ ഇന്നലത്തെ ഓപ്പണിംഗാണ് ഇന്നലത്തെ ഹൈ. അപ്പോൾ അതൊന്ന് എത്തുന്നവരെ എൻ്റെ ടാർഗറ്റ് വെച്ച് ഒരു ഏകദേശം 1:4 റേഷ്യോയിൽ ഞാൻ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അത് എടുക്കുകയാണ് ചെയ്തത്. ഏകദേശം 70 രൂപയും 1:3 റേഷ്യോ ഞാൻ ടാർഗറ്റ് വെച്ച് അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ടാർഗറ്റ് എത്തിയിട്ട് എനിക്ക് അവിടെ നിന്നൊരു പിന്നെ ഒരു ഡൗണിലേക്ക് എപ്പോഴും പോലെ തന്നെ വിക്കറ്റ് വരുന്നു, പിന്നെ അങ്ങനെ നോക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ടോപ്പ് തന്നെ ഏകദേശം ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ എക്സിറ്റ് ആവുകയാണ് ചെയ്തു. ഈ ഒരു ചെറിയ ഗ്രീൻ ക്യാൻഡിൽ സ്റ്റാർട്ടായി കുറച്ച് നേരം ആകുമ്പോഴേക്കും ഞാൻ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. ഫുള്ളായിട്ട് വെയിറ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടി പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങിയത്. പക്ഷേ എന്താണ്, ഞാനത് ഫുള്ളായി വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല. എന്നാൽ അവസാനം വരെ വെയിറ്റ് ചെയ്തതിലൊന്നുമില്ല. അങ്ങനെ ഫുള്ളായിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം ഒറ്റയ്ക്ക് ഡൗണിലേക്ക് വന്നു, വീണ്ടും മാർക്കറ്റ് കയറി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ ടാർഗറ്റ് അടിച്ച് എനിക്കിന്ന് അല്ലെങ്കിലും ഞാൻ എൻട്രി വേണ്ടാന്ന് കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്തോ ഒരു ഇതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കറക്റ്റായിട്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റി ആണ് എന്നൊരു ഇൻഡിക്കേഷൻ എൻ്റെ മനസ്സിൽ വന്നു. വേണ്ടാന്നുകൊണ്ട് എടുക്കാമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോട്ടും കമ്മിയാക്കിയിട്ട് ഇവിടെ നിന്നൊരു എൻട്രി എടുത്തു, കറക്റ്റായിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് അടിച്ച് ഏകദേശം 5K അടുത്ത് എൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കി. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ കൺസൾട്ടേഷൻ കഴിഞ്ഞ് പിന്നെ ഒരു ബ്രേക്കൗട്ട് കിട്ടി. ഏകദേശം 2 മണി കറക്റ്റ് 2 മണിയാകുമ്പോൾ അതിനുശേഷം വീണ്ടും ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് കിട്ടിയ ശേഷം ഒരു നല്ലൊരു വീണ്ടും സപ്പോർട്ട് എടുത്ത് ഒറ്റയടിക്ക് മൂവ്മെൻറ്റ് കയറണം. അപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ എടുത്താണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അതൊരു ഡബിൾ ആവാനുള്ള സെറ്റപ്പ് ഉണ്ടാവുമായിരുന്നു. കാരണം വെച്ചാൽ ഡബിൾ അല്ല, ഏകദേശം ഇവിടെ നിന്ന് എടുത്താൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 80% അടുത്തോളം നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാനൊരു സെൻസെക്സ് എന്ന എക്സ്പീരിയൻസ് ഉള്ളൂ. അപ്പോൾ അതിലൊരു മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയൊരു ടൈമിൽ തന്നെ ഇവിടെ ഒരു 2 ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. 2 ലോട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം വന്നില്ല. ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ ഞാൻ അതിൽ ഇറങ്ങി കഴിഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് എടുത്തു എൻട്രി. അത് നേരെ ഡൗണിലേക്ക് വന്നു. പിന്നെ ഞാൻ എന്തായാലും ഓക്കെ, അത്ര വലിയ സെൻസെക്സിലൊന്നും വലിയ കാര്യമില്ലാന്ന് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ വലിയ മൂവ്മെൻറ്റ് ഒന്നും ലാസ്റ്റ് വെച്ചിട്ട് പ്രീമിയം ഒക്കെ നോക്കുമ്പോൾ അത് അങ്ങനെ നിൽക്കുകയാണ്. വലിയ രീതിയിൽ മൂവ്മെൻറ്റ് ഒന്നുമില്ല. നമ്മുടെ എക്സ്പിൽ എന്തായിരിക്കും അവസ്ഥ അതൊന്നും ഇതിൽ കാണുന്നില്ല. വലിയതായിട്ട് ഒരു വോളറ്റിലിറ്റി കാണുന്നില്ല. പക്ഷേ നല്ല രീതിയിൽ ബ്രേക്കൗട്ടൊക്കെ കിട്ടുന്ന ടൈമിൽ ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാത്ത ടൈമിൽ വലിയ ഇതിലൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതിലാണ് എനിക്ക് ഏകദേശം ഒരു 700ൻ്റെ അടുത്തുള്ള എനിക്ക് ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് സെൻസെക്സിൽ ഞാനതൊരു ചെയ്തിട്ടില്ല, ഓപ്ഷൻ ട്രേഡിംഗ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് ആദ്യമായിട്ടൊന്ന് എടുക്കാൻ നോക്കി, അത് പരാജയപ്പെട്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ അതും ഞാൻ ബാങ്ക് നിഫ്റ്റി എടുത്ത ടൈം തന്നെ എടുക്കണം. എനിക്കത് പ്രോഫിറ്റിൽ എക്സിറ്റ് ആയിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. പക്ഷേ അതല്ല, അങ്ങനെയെല്ലാം എടുത്ത്
അപ്പോൾ അതിൽ എക്സിറ്റ് ആയ ശേഷം ഈ ഏകദേശം ഈ റേഞ്ചിൽ ഞാൻ അതിൽ എക്സിറ്റ് ആയി. അതിന് ശേഷം അവിടെ നിന്ന് സെൻസെക്സിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണ്, സി സൈഡിൽ എടുത്തു. അത് നേരെ ഡൗണിക്ക് വന്നു. അപ്പോൾ തന്നെ എക്സിറ്റ് ആവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ മാർക്കറ്റ് ഉണ്ടായിരുന്നു. എനിക്കിന്ന് അത് കുഴപ്പമില്ല. ഏകദേശം ഈ ഒരു 1 മന്ത് ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് തന്നെയാണ്. ഞാനൊരു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3K വെച്ചിട്ടൊരു കഴിഞ്ഞൊരു എക്സ്പയറി ഡേയിലാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 2 വീക്ക് മുന്നേ ആയിട്ട് ഞാൻ നിഫ്റ്റി ആണോ അതോ ബാങ്ക് നിഫ്റ്റി ആണോ എന്നൊരു ഡൗട്ടുണ്ട്. നിഫ്റ്റി ഏതൊരു എക്സ്പീരിയലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 3.5K വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് ഒരു 10K ആക്കി. ആ 10Kന് ഞാൻ പിന്നെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി. ഏകദേശം 20Kൻ്റെ അടുത്തോ അങ്ങനെ എന്തോ പ്രോഫിറ്റ് ആക്കി. 17Kൻ്റെ അടുത്താക്കി. പിന്നെ അതിന് ഞാൻ 26 ആക്കി. അങ്ങനെ ആക്കിയാണ് ഇപ്പോൾ അതിന് ഇന്നലെ ഞാൻ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്തു. ഏകദേശം 60Kൻ്റെ അടുത്തോളം പ്രോഫിറ്റ് എടുത്ത് അതിന് ഏകദേശം 80K അതിൻ്റെ അടുത്തോളം ആക്കി. അപ്പോൾ അതിന് ഞാൻ ഇതാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീക്ക് കൂടെ ഏകദേശം ആകുമ്പോഴേക്കും എനിക്കൊരു ഏകദേശം 85-90Kൻ്റെ അടുത്തോളം എനിക്കൊരു ഈ ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം പ്രോഫിറ്റ് ആണ്. അപ്പോൾ ലോസ് ഇല്ല, ലോസ് എടുക്കാതെ തന്നെ എല്ലാ ദിവസവും പ്രോഫിറ്റ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു മന്തായിരുന്നു ഇന്ന് എനിക്ക്, ഈ ഒരു മന്ത് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇനി അടുത്തൊരു മന്തും സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ 5-ാം തീയതി ആയി. അപ്പോൾ ഈ ഒരു മാസത്തെ ഏപ്രിൽ മാസം ഇനി അടുത്ത മൺഡേ മുതൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അതുപോലെ ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു.